ദൈവത്തെ ഓർത്ത് വീഡിയോ മുഴുവനായി കാണണം. വീഡിയോ മുഴുവനായി കണ്ടിട്ട് മാത്രമേ നിങ്ങൾ വരാവുള്ളൂ, അല്ലാതെ ചുമ്മാ ചാടിക്കയറി വരല്. ഇത് നിങ്ങൾക്ക് ലോകത്തെങ്ങും കിട്ടത്തില്ല. നിങ്ങൾ എവിടെ പോകണമെങ്കിലും അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. വെറും 1000 രൂപ, അതായത് 50,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് 51,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. 5 വർഷം ഫ്രീ വാറണ്ടി, ഫുൾ വാറണ്ടി, അല്ലാതെ അതിനകത്ത് കൂടെ വർത്താനമൊന്നുമില്ല. ഫുൾ വാറണ്ടി വിത്ത് ഫിസിക്കൽ ഡാമേജ്, വിത്ത് സർവീസ് ചാർജ് ഫ്രീ. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ പോലും ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര വീഡിയോ ഇല്ലാത്തതും റീച്ച് ഇല്ലാത്തതും. അവസാനം അത് അഴിച്ചോണ്ട് വന്ന് വേറെ ഏത് കമ്പനി ആണെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു കമ്പനിയും അതിന് ഡാമേജ് റെഡിയാക്കി തരത്തില്ല. നിങ്ങൾ കാശ് കൊടുത്താൽ അവർ നന്നാക്കി തരും, അല്ലാതെ നന്നാക്കി തരത്തില്ല. ഇന്നലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എനിക്കിട്ടൊരു കുണപ്പിച്ചു. കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ട് കഴിയത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഇപ്പൊ വാറണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും പറ്റത്തില്ലെന്ന് നമ്മളൊരു കാര്യം ആരോടും പറയാറില്ല. പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു ഇത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് കിട്ടാനില്ലാത്ത ഹോബുകളും ഒക്കെ നമ്മൾ വരുത്തി കൊടുക്കുന്നത്. നല്ല സാധനമായിരിക്കും, പക്ഷെ അത് പുറത്തങ്ങ് കിട്ടാൻ ഇല്ല. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിലും സാധനം വരുത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഇത് നമുക്കുണ്ട്, വാശിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സംഭവം വേറൊന്നുമല്ല, ഇന്ന് മുതൽ ഈ വീഡിയോ എയറിൽ കയറുന്ന അന്നേരം മുതല് നമ്മള് വാറണ്ടി, ഒരു വ്യത്യസ്ത വാറണ്ടി കൊടുക്കുക. വ്യത്യസ്ത വാറണ്ടി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമൊന്നും അല്ലത്. നിങ്ങൾക്കറിയാം, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനി 1 ഇയർ പ്രോഡക്റ്റ് വാറണ്ടി തരുള്ളൂ. അതായത് പ്രോഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് ഫ്രീ ആയിരിക്കും, സ്പെയറുകൾ ഫ്രീ ആയിരിക്കും. എനി സ്പെയർ, ഏത് സ്പെയർ പോയാലും അതൊക്കെ ഫ്രീ ആയിരിക്കും. അതിനാണ് പ്രോഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത്. അത് ഏത് കമ്പനിയും 1 വർഷമേ കൊടുക്കുള്ളൂ. നിങ്ങൾ ഇനി ബെൻസ് കാർ എടുത്താലും 1 വർഷമേ കൊടുക്കുള്ളൂ. അത് ബോധമുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉള്ളെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ചിമ്മിനി ഹോബുകൾ അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ച്, ഡിഷ് വാഷർ, ഇതിനെയൊക്കെ സംബന്ധിച്ച് വേറെ കുറച്ച് നൂലാമാലകളും കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു ബ്രാൻഡിന്റെ ചിമ്മിനി, ബ്രാൻഡ് നെയിം ഞാൻ പറയുന്നില്ല, ഒരു ബ്രാൻഡിന്റെ ചിമ്മിനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിന്റെ ചിമ്മിനി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് ഇന്ന് നിങ്ങൾ ഫിറ്റ് ചെയ്തു, നാളെ അതിന്റെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 800 രൂപ അടച്ച് ലൈറ്റ് വാങ്ങിക്കണം. ഇനി അതിന്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ പാനൽ പോയി കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലേ പാനൽ എന്ന് പറയുന്നത് മദർ ബോർഡ് എന്നാണ് അതിന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കോട്ടെ കേട്ടോ, അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മദർ ബോർഡാണ്, അതാണ് ഡിസ്പ്ലേ പാനൽ. ആ സാധനം പോയി, നല്ല മഴ കേട്ടോ, ആ സാധനം പോയാൽ പോലും ആ ഫസ്റ്റ് ടൈമിലത്തെ ആദ്യത്തെ 1 ഇയർ വാറണ്ടിയിൽ ഉൾപ്പെടത്തില്ലാത്തൊരു ബ്രാൻഡുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ബ്രാൻഡിനെ നമ്മൾ അങ്ങനെ അതിശയിച്ച് പറയുന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വെക്കുന്ന രീതികളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറയാൻ ആപ്റ്റ് അല്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മഴയായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ ഭയങ്കര ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ മൈക്കൊക്കെ വെച്ച് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ഫോണിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മഴ കാരണം ഒച്ച കേൾക്കുന്നുണ്ടാവോ എന്തോ അറിയില്ല, കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എല്ലാ വാറണ്ടികളും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ ലൈഫ് ടൈം വാറണ്ടി, അല്ലെങ്കിൽ 7 വർഷം വാറണ്ടി, 5 വർഷം വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നത് കണ്ടീഷൻ സപ്ലൈ ഉണ്ട്. ഇപ്പൊ ഒരു മോട്ടറിനെ കുറിച്ച് പറയണേ, ചിമ്മിനിയുടെ മോട്ടറിനെ കുറിച്ച് പറയണേ, ചിമ്മിനിയുടെ മോട്ടർ 5 വർഷം വാറണ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7 വർഷം വാറണ്ടി തരുന്നുണ്ട്, അല്ലെങ്കിൽ 10 വർഷം വാറണ്ടി തരുന്നുണ്ടെന്ന് പറയുന്നത് കണ്ടീഷൻ സപ്ലൈ ആണ്. അത് ഇന്ന രീതിയിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഭയങ്കര ഒരു ഹൈ വോൾട്ടേജ് കയറി വന്ന് അടിച്ചുപോയി, അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ തരണമെന്ന് നിർബന്ധമില്ലെന്നല്ല, കൊടുക്കാറില്ല കഴിവതും. കാരണം ഞാനും അങ്ങനെ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, കമ്പനി തരാൻ സമ്മതിക്കുന്നില്ല, കഴിവതും ഒഴിവാക്കും. ഇപ്പൊ നിസാർ ഇന്നലെ തന്നെ ഒരു കേസ് കേട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വലിച്ചു നീട്ടുന്നെന്ന് വിചാരിക്കില്ല. നിങ്ങളിത് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇന്നലെ ഒരു ജിമ്മിന് നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്, അത്
ഒരു മാസം മുമ്പ് നമ്മൾ ചിമ്മിനി അവർക്ക് കൊടുത്ത ചിമ്മിനിയാണ്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞാണ്, ചിമ്മിനി നിങ്ങൾ നേരത്തെ ഫിറ്റ് ചെയ്യല്, അവിടെ സിമെന്റ് പണിയും പെയിന്റിങ്ങിന്റെ പണിയൊക്കെ ഉള്ളതാണ്, അതിന്റെ ഡസ്റ്റ് അഴുക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ചിമ്മിനി ഡാമേജ് ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇവര് ഇന്റീരിയർകാർ ചിലപ്പോൾ പറയും ചിമ്മിനി ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞാൽ ഇവരങ്ങ് ചിമ്മിനി ഫിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇവര് ചുമ്മാ അങ്ങ് നേരത്തെ ചിമ്മിനി ഫിറ്റ് ചെയ്യും. അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ കാശ് കൊടുത്തവൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വിലങ്ങിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ പറയും ഫിറ്റ് ചെയ്തോളാൻ പറയും. അങ്ങനെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഒരു ഹൗസ് വാമിങ്ങിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചിമ്മിനി ഓൺ ആയിക്കൊണ്ടിരുന്നപ്പോൾ പടക്കുന്നൊക്കെ ഒച്ച കേട്ട് ചിമ്മിനി അങ്ങ് നിന്നുപോയി. ഷോർട്ടേജ് ആയിട്ട് അകത്തുനിന്ന് ഒച്ച കേട്ട് നിന്നുപോയി. നമ്മളിവിടെ നിന്ന് ചെന്ന് അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് സിമെന്റ്, മണല്, പാറപ്പൊടി എല്ലാ സാധനമുണ്ട്, വെള്ളം വരെ അതിനകത്തുണ്ട്. അതുപോലെ നശിച്ച് കിടക്കുക ചിമ്മിനി. എത്ര രൂപയുടെ ചിമ്മിനി അറിയാം? 40-47,000 രൂപ വരുന്ന ചിമ്മിനിയാന്ന് ഓർക്കണം. സ്ലാൻഡിങ് ചെരിഞ്ഞിരിക്കുന്ന ചിമ്മിനി. അവസാനം അത് അഴിച്ചോണ്ട് വന്ന് വേറെ ഏത് കമ്പനി ആണെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു കമ്പനിയും അതിന് ഡാമേജ് റെഡിയാക്കി തരത്തില്ല. നിങ്ങൾ കാശ് കൊടുത്താൽ അവർ നന്നാക്കി തരും, അല്ലാതെ നന്നാക്കി തരത്തില്ല. നമ്മൾ ഇന്നലെ ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഓൾമോസ്റ്റ് 1 മാസം എടുത്ത് അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അതിന് മാറാത്ത സാധനങ്ങളില്ല. ഓരോ സാധനം ഇടുമ്പോൾ പിന്നെ ഷോർട്ടായി പോവാം. അതുപോലെ നശിച്ചാ ചിമ്മിനി. പിന്നെ നമ്മൾ അതെല്ലാം റെഡിയാക്കി എല്ലാം പുതിയ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് ഫ്രഷ് ആക്കി നമ്മൾ തിരിച്ചവർക്ക് കൊടുത്തു. ഇതിനിടയ്ക്ക് 2 ദിവസം ലേറ്റ് ആയപ്പോൾ ആ കസ്റ്റമർ വിളിച്ചിട്ട് പറയാം അവർക്ക് റീഫണ്ട് ഉണ്ടാക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കയ്യിൽ നിന്ന് വന്ന് നശിപ്പിച്ച സാധനം ഒരിടത്തും ശരിയാക്കി കൊടുക്കത്തില്ല. നമ്മളത് കൊണ്ടുപോയി റെഡിയാക്കി തരുവാണ് 10 പൈസ വാങ്ങിക്കാതെ. അതിന് വാറണ്ടി ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ വാറണ്ടി ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് എനിക്ക് വാറണ്ടി വേണമെന്ന് പറഞ്ഞാൽ കമ്പനി വാറണ്ടി തരുമോ? തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അവസ്ഥ. നമ്മളത് റെഡിയാക്കി കൊണ്ട് 2 ദിവസം ലേറ്റ് ആയപ്പോൾ അവർ പറയും അവർക്ക് റീഫണ്ട് വേണമെന്ന്. ഭാഗ്യത്തിന് ഓഫീസിലേക്ക് വിളിച്ചു. എന്നെ എങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല വർത്താനം പറഞ്ഞു കൊടുത്തേനെ. ഇതൊക്കെയാണ് കസ്റ്റമർ. ചില കസ്റ്റമറുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്തായി പോകും. ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് ചിലരുടെ വർത്താനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളവരെയൊക്കെ കൺസ്യൂമർ കോർട്ടിൽ വിടണം. നിങ്ങൾ പൊക്കോളാൻ പറയണം, കൺസ്യൂമർ കോർട്ടിൽ പൊക്കോളാൻ പറയണം. കമ്പനി ആയിട്ട് കിടന്ന് ഉണ്ടകട്ടം പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ അവസ്ഥ എന്താണ്. കൺസ്യൂമർ കോർട്ടിലൊക്കെ ഉണ്ടല്ലോ, റിയൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൺസ്യൂമർ കോർട്ടിൽ കസ്റ്റമർക്ക് സൈഡിൽ കിട്ടുള്ളൂ. അതായത് കസ്റ്റമർക്ക് സൈഡായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിലും കമ്പനിക്ക് സൈഡായിട്ടേ പോവുള്ളൂ. ഇതുപോലുള്ള കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനി സൈഡിലാണ് അവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ, സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. കാരണം അത് കമ്പനിയുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായതല്ല. അവന്റെ കയ്യിൽ നിന്നുണ്ടായ കംപ്ലൈന്റിന് കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് തന്നെ കാര്യം? ഒരു കാര്യമില്ല. എനിവേ, ഞാനത് ഈ റോഷൻ കൊണ്ട് പറഞ്ഞു പോകുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, എനിക്കൊരു ചിമ്മിനി 18,000 രൂപയ്ക്ക്, അപ്പോട്ടെ ഒരു 10,000 രൂപയ്ക്ക് എനിക്കൊരു ചിമ്മിനി കിട്ടുന്നുണ്ടെങ്കിൽ ആ ചിമ്മിനി നിങ്ങൾക്ക് 1000 രൂപയും കൂടെ കൂട്ടി തരും. എനിക്ക് എത്ര രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നോ അതിനേക്കാളും ജസ്റ്റ് 1000 രൂപ, 1000 രൂപ 100 രൂപ പോലും കൂട്ടത്തില്ല, ജസ്റ്റ് 1000 രൂപ കൂട്ടി നിങ്ങൾക്ക് തരും. പക്ഷേ 5 വർഷം വാറണ്ടി ഉണ്ടായിരിക്കും. 5 വർഷം ഫുൾ വാറണ്ടി. അത് ചിമ്മിനിക്കായാലും ശരി, വിത്ത് ഫിസിക്കൽ ഡാമേജ്. അതായത് ഇപ്പൊ വന്ന കേസില്ലേ, അതുപോലത്തെ ഡാമേജ് വന്നോട്ടെ, ഞങ്ങളത് ഹാൻഡിൽ ചെയ്യും. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങളത് ഹാൻഡിൽ ചെയ്യും വിത്ത് ഫിസിക്കൽ ഡാമേജ്. അതായത് നിങ്ങൾ ഒരു അടുപ്പെടുത്തോട്ടെ, അടുപ്പിന്റെ ബർണറൊക്കെ 1 വർഷം 1.5 വർഷമൊക്കെ ഉള്ളൂ, ഇല്ലെന്നൊന്നും ആരും പറയണ്ട, അത്രേ ഉള്ളൂ. 1 വർഷം 1.5 വർഷം ഡെയിലി യൂസ് ചെയ്യുന്നവരുടെ വീട്ടിലൊരു അടുപ്പ് നിൽക്കുള്ളൂ. ഗ്രാനൈറ്റ് കട്ട് ചെയ്തിരുന്ന അടുപ്പ്, അതായത് ഹോബ്, അത്രയൊക്കെ നിൽക്കുള്ളൂ. 1.5 വർഷം, അല്ലെ മാക്സിമം പോയാൽ ഒരു 3 വർഷം 2 വർഷം അത്രേ നിൽക്കുള്ളൂ. 5 വർഷം ഞങ്ങൾ വാറണ്ടി തരും. നിങ്ങൾ ഏത് അടുപ്പ് വേണേലും എടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുപ്പ് എടുത്തോ. ഇഷ്ടമുള്ള അടുപ്പെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്കീം ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചേട്ടാ ആ ബ്രാൻഡിന്റെ സ്റ്റൗ ഉണ്ടോ, ഈ ബ്രാൻഡിന്റെ സ്റ്റൗ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ സ്പെസിഫൈ ആയിട്ട് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട്. ബ്രാൻഡ് എന്നല്ല ഞാൻ പറഞ്ഞ, കുറച്ച് മോഡൽസ് ഉണ്ട്. ഈ മോഡൽസ് മാത്രമായിരിക്കും നമ്മൾ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം അതിന് അയ്യോ അവനത് എന്തോ കമ്മീഷൻ ഉണ്ട് അതിന്റെ പേരിലാണ് ചെയ്യുന്നത്. ഒരു കോപ്പുമല്ല, ഒരുത്തനും എനിക്കൊരു മണ്ണാങ്കട്ടം തരത്തില്ല, ഒരു മറ്റവരും ഒന്നും തരത്തില്ല എനിക്ക്. ഒരു ദിവസം പൈസ അടത്തില്ലെങ്കിൽ അവനൊക്കെ വിളിച്ച് തെറി പറയത്തേ ഉള്ളൂ. ഒരു നല്ല തെറി കേൾക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരുത്തനും ഒരു മൈരും തരത്തില്ല നമുക്ക്. ഇത് വിൽക്കുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ള ബ്രാൻഡ് എന്നല്ല, ഞാൻ ബ്രാൻഡിനെ പറയത്തേ ഇല്ല, ഇഷ്ടമുള്ള മോഡൽ. കാരണം ഞാൻ നോക്കുന്നത് ഇത്രയും കാര്യമുള്ളൂ, നിങ്ങൾക്കൊരു ബർണർ പോയാൽ അത് അവൈലബിലിറ്റി ഉണ്ടാവണം.
ആ ബർണർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണം. ഈ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം വെച്ച് യൂസ് ചെയ്യണ്ടേ? അല്ല 5 വർഷം കഴിഞ്ഞ് ഊമ്പിക്കൊണ്ടിരുന്നാ മതിയോ? അല്ല, എങ്ങനെ പറയാതിരിക്കും? ചില ആൾക്കാരുടെ ഇങ്ങോട്ടുള്ള വർത്തമാനം കേട്ട് നമുക്ക് ഭ്രാന്തെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ചിമ്മിനി ആയാലും ഹോബായാലും അത് സ്റ്റാൻഡിങ് ആയിക്കോട്ടെ, ചെരിഞ്ഞതോ വളഞ്ഞതോ പറഞ്ഞതോ നേരെ ഇരിക്കുന്നത് ഏതോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. എല്ലാ മോഡലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുന്ന മോഡലുകൾക്കായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന വാറണ്ടികൾ തരുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾക്ക് 100%, 110% എന്നത് വിശ്വസിക്കാം. നമ്മൾ ഒരിടത്ത് ഒരു ഊമ്പീരും കാണിക്കാറില്ല, ഇതും കാണിക്കാറില്ല. കാരണം ഒരു പ്ലെയറും കൊണ്ട് വന്നവനാ ഞാൻ ഈ നിലയിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടുള്ള ആൾക്കാരുടെ ട്രസ്റ്റും ഞാൻ അവർക്ക് കൊടുക്കുന്ന ബിഹേവിയർ, ഞാൻ അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസും ഒക്കെ കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും എനിക്ക് പെട്ടെന്ന് ഒരു സുപ്രാതി വരാൻ പറ്റത്തില്ല. എന്റെ അപ്പനൊരു ഓട്ടോ ഓടിച്ച് നടക്കുന്ന ആളാ. ഇപ്പൊ ഓട്ടോ ഓടിക്കുന്നില്ല കേട്ടോ, ഓട്ടോ ഓടിച്ച് വളർത്തി തന്നെ. എന്റെ അമ്മ വീട്ടുജോലിക്ക് വരെ പോയിട്ടുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് എന്റെ അപ്പനും അമ്മയും ഉണ്ടാക്കിയ കാശ് കൊണ്ടൊന്നുമില്ല. ഒരു ബസ് ഇടിച്ചു കേട്ടോ, സ്കൂൾ ബസ്സാ. നല്ല കിണ്ണൻ ഇടിയാണല്ലോ ഇടിച്ചത്. കാണാൻ പറ്റുന്നുണ്ടോ? ആടെ അടക്കുന്നുണ്ടോ? നല്ല മഴയാ, എങ്ങനെ ചവിട്ടിയാൽ പോലും നിൽക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നാണ്. പൈസയുടെ വില എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരെ ഊമ്പിച്ച് ജീവിച്ച് വന്നവനൊന്നും അല്ല. അങ്ങനെ ഊമ്പിച്ച് ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 50,000 രൂപ മിനിമം കിട്ടും ഒരു വീഡിയോ ഇട്ടാ. എല്ലാം നല്ലതാന്നും പറഞ്ഞാൽ ചുമ്മാ വിട്ടോണ്ടാ മതി. വീഡിയോ പെട്ടെന്ന് റീച്ച് ആവും, ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വരും, ബ്രാൻഡുകാർ എനിക്ക് സാധനം തരും. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ പോലും ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര വീഡിയോ ഇല്ലാത്തതും റീച്ച് ഇല്ലാത്തതും. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്റെ വീഡിയോ ഷെയർ ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊന്നും പറയാറില്ല ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നിങ്ങൾ കമന്റ് ഇട്ടോ, ലൈക്ക് ചെയ്തോ. ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്നും ആരും ഷെയർ ചെയ്യത്തില്ല. വേറെ ഏതെങ്കിലും ഊമ്പിക്കൽ വീഡിയോ ഒക്കെയാണ് അന്നേരം ഷെയർ ചെയ്ത് കൊടുക്കും. ഗുണമുള്ളതൊന്നും ഷെയർ ചെയ്യത്തില്ല. പിന്നെ വേറൊരു കേസുണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കൂടെ ഒരു കാര്യമുണ്ട്. അപ്പം വാറന്റിയെ കുറിച്ച് ഞാൻ പറയുന്നത് 5 വർഷം നിങ്ങൾക്ക് ഏത് മോഡൽ വേണേലും ഏത് ബ്രാൻഡ് വേണേലും എന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ അൽകുൽത്ത് ബ്രാൻഡ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എന്നാലും നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡുകൾ 6-7 ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ബ്രാൻഡിനകത്തുനിന്ന് ഏറ്റവും സ്പെസിഫൈഡ് ആയിട്ടുള്ള നല്ല മോഡലുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മോഡലുകളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളൊക്കെ ഇപ്പം നിലവിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് വരെയും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഞാൻ ഈ മോഡലുകളെല്ലാം ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഇതാന്നൊക്കെ. പക്ഷെ അതൊക്കെ വാറന്റിയോട് കൂടിയുള്ള എമൗണ്ടുകളാണ് അടച്ചു തന്നിരിക്കുന്നത്. പക്ഷെ അവർക്കും നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു സ്കീമിലേക്ക് വരാൻ പറ്റും. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ഈ ഒരു സ്കീമിലേക്ക് വരാൻ പറ്റും. അതായത് നിലവിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50,000 രൂപ വരെ വരുന്ന പ്രോഡക്റ്റിന് ഞാൻ വെറും 1000 രൂപയെ കൂട്ടി വാങ്ങിക്കുള്ളൂ. ഒരു 50,000 രൂപയുടെ ഒരു സാധനം വിറ്റാൽ മിനിമം 6,000 രൂപ എനിക്ക് അതിനകത്തൊന്ന് ഈഡ് ചെയ്യാം, അതിനകത്തൊന്ന് ഏൺ ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. വെറും 1000 രൂപ, അതായത് 50,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് 51,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. 5 വർഷം ഫ്രീ വാറണ്ടി, ഫുൾ വാറണ്ടി. അല്ലാതെ അതിനകത്ത് കൂടെ വർത്താനമൊന്നുമില്ല. ഫുൾ വാറണ്ടി വിത്ത് ഫിസിക്കൽ ഡാമേജ്, വിത്ത് സർവീസ് ചാർജ് ഫ്രീ. ഇൻസ്റ്റലേഷൻ ചാർജ് കൊടുത്തോണം കേട്ടോ. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരല്ലേ. ഇൻസ്റ്റലേഷൻ ചാർജ് നിങ്ങൾ കൊടുത്തോണം. ഫിറ്റിംഗ് ചാർജ് അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഫിറ്റിംഗ് ചാർജ് നിങ്ങൾ കൊടുത്തോണം. അതല്ലെങ്കിൽ എല്ലായിടത്തും ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും ഏത് കമ്പനിയിൽ നിന്ന് എടുത്താലും നിങ്ങൾ തന്നെയാണ് അടയ്ക്കുന്നത്. ഇതും അങ്ങനെ തന്നെയായിരിക്കും. ഫിറ്റിംഗ് ചാർജ് നിങ്ങൾ തന്നെ അടച്ചോണം, ഇൻസ്റ്റലേഷൻ ചാർജ്. പക്ഷേ നിങ്ങൾക്ക് വാറണ്ടി, ഫ്രീ വാറണ്ടി ആയിരിക്കും. 1 രൂപ പോലും നിങ്ങളുടെ നിന്ന് വാങ്ങിക്കത്തില്ല. ആ സമയത്ത് നിങ്ങൾക്ക് സർവീസിന് വരുമ്പോഴോ അതല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വരുമ്പോഴോ 10ന്റെ പൈസ നിങ്ങളുടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കത്തില്ല. അത് ചുമ്മാ പറയല്ല, ചുമ്മാ വാഗൊണ്ട് കൊണകൊണകൊണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. സ്റ്റൗ ഗാലറി അഷ്വേർഡ് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്, വാറണ്ടി കമ്പനി വരുന്നത്. ആ വാറണ്ടി കമ്പനി തന്നെയാണ് ഇതും അപ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും, 5 വർഷം ഫ്രീ വാറണ്ടി. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മാറണം, എന്തൊക്കെ സാധനങ്ങൾ പോയാൽ അതിന് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും എന്നുള്ളതിന്റെ ഫുൾ ഡേറ്റ. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് ഇതിനകത്ത് വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഫുൾ വാറണ്ടിയാണ്. ഫുൾ വാറണ്ടി വിത്ത് ഫിസിക്കൽ ഡാമേജ്. 1 രൂപ പോലും നിങ്ങളുടെ നിന്ന് വാങ്ങിക്കത്തില്ല. അടുപ്പ്, ചിമ്മിനി, കുക്കിംഗ് റേഞ്ച്, ഹോബ്, ഡിഷ് വാഷ്, മൈക്രോവേവ്, OTG,
പ്രീമിയം മിക്സികൾ ഇതിനെല്ലാത്തിനും നമ്മൾ 5 വർഷം ഫുൾ വാറണ്ടി തരുന്നതായിരിക്കും. തുടങ്ങിയോ, ഇതൊരു വാശിയാ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇത് നിങ്ങൾ ചോദിക്കും ഇതിന് എന്നാ ലാഭം എന്നാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, 42 ഡേയ്സിൽ നമ്മളിത് ഡെലിവറി ചെയ്യുള്ളൂ. എന്തെങ്കിലും ലാഭം വേണ്ട. ലാഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനതിന്റെ കാര്യം ഓർമ്മ വേണ്ട. അതായത് നമ്മളെല്ലാം ജീവിക്കാനാണ്, എന്തെങ്കിലും ഇതിനകത്ത് നമുക്കൊരു മെച്ചം വേണം. 42 ഡേയ്സ് ആണ് ഡെലിവറി ടൈം. നിങ്ങൾ ഇന്ന് പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 42 ഡേയ്സ് ആണ് ഡെലിവറി ടൈം. മിനിമം നമുക്കൊരു 25 ഡേയ്സ് കിട്ടണം. മിനിമം എന്ന് പറഞ്ഞാൽ എല്ലാവരും 25 ഡേയ്സ് വരണ്ട. നമുക്കറിയാം കള്ളം പറഞ്ഞാൽ എന്നാ സംഭവം, നമുക്ക് മനസ്സിലാവും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും 25 ഡേയ്സ്, അയ്യോ എനിക്ക് 25 ഡേയ്സ് ഉള്ളിൽ കേട്ടാന്നും പറഞ്ഞു വരണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. 42 ഡേയ്സ് ആണ് ഡെലിവറി ടൈം. അത് നമ്മുടെ ഇവിടുന്ന് എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ ഒരു ഇതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കമ്പൾസറി ആണ്. അല്ലാത്തവർ മെസ്സേജ് ചെയ്യണ്ട. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരില്ല. അല്ലാത്തവർ മെസ്സേജ് ചെയ്യണ്ട. 42 ഡേയ്സ് ആണ് ഡെലിവറി ടൈം. മിനിമം നമുക്ക് 25 ഡേയ്സ് എങ്കിലും തരാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അല്ലാതെ വരണ്ട. ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സാധനം എനിക്ക് വരുന്നത് ലാൻഡിങ് ഒരു 10,000 രൂപയ്ക്ക് എനിക്ക് ലാൻഡിങ് വരുന്നെങ്കിൽ 11,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ സാധനം തരും. ഡെലിവറി ചാർജ് പോലും വാങ്ങിക്കത്തില്ല. കേരളത്തിൽ ഓൾ ഓവർ എല്ലായിടത്തും. പക്ഷെ കേരളത്തിന് പുറത്തില്ല കേട്ടോ. തമിഴ്നാട്, കർണാടക ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ല, ഓൺലി കേരളം. വേറെ പുറത്തൊരു സ്ഥലത്തും ഈ ഒരു ഓഫർ ബാധകമല്ല. നിലവിൽ വാങ്ങിച്ച ആൾക്കാർ, ഇതിൽ നല്ല ഓഫറുകൾ കിട്ടിയ ആൾക്കാരുണ്ട്. അവരും വന്നിട്ട് കൊണകൊണമെന്നൊന്നും സംസാരിക്കില്ല. ദൈവത്തോർത്ത് പ്ലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഫെസിലിറ്റീസ് തന്നു തന്നെ ഞാൻ കയറി പോന്നിരിക്കുന്നത്. അല്ലാതെ ആർക്കും ഒന്നും കുറവൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നിലവിൽ വാങ്ങിച്ചവരൊന്നും ഇതിനകത്ത് ബാധകമല്ല. വാങ്ങിക്കാത്തവർ, അതായത് നിലവിൽ ഇപ്പൊ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, വാങ്ങിക്കാനായിട്ട് വേണ്ടിയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഓക്കെയാണ്, അവർക്ക് ഇതിലേക്ക് വരാം. അതുപോലെ തന്നെ പുതിയ ആൾക്കാരും അവർക്കും ഇതിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് ലോകത്തെങ്ങും കിട്ടത്തില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ചേട്ടാ അത് കൊള്ളാവോ ഇത് കൊള്ളാവോ എന്ന് ചോദിക്കുന്നവര് നമ്മുടെ അടുത്തുനിന്ന് എടുക്കാനാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചോദിച്ചു പോവാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറൊരു ഷോപ്പിൽ വിൽക്കുന്ന സാധനം കൊള്ളാവോ എന്ന് ഞാൻ അങ്ങനെ പറയും. അതൊക്കെ ചുമ്മാ ഉടായ്പിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാം അത്ര വലിയ ലീഡിങ് ക്വാളിറ്റിയോ ഒന്നും അല്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണ്. നമുക്കിതിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വാറണ്ടി കൊടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് വെച്ചിട്ട് ആൾക്കാരെ ഇത് ചെയ്യുക എന്നൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. സേവ് ചെയ്യുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്നോട് അന്വേഷിക്കാൻ വരണ്ട. പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന കാര്യം നമ്മുടെ സ്റ്റൗ ഗാലറി അഷോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വാറണ്ടി നിങ്ങൾക്ക് എടുക്കാം. വാറണ്ടി നിങ്ങൾക്ക് എടുക്കുന്നതിൻ്റെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വാറണ്ടി എടുത്തു, അത് നല്ലതാണ്. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിനാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും ബില്ലും നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ പറയുന്നതുകൊണ്ട് ഗുണം ചെയ്യും. അല്ലാതെ നല്ലതാണോ മോശമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കങ്ങനെ അറിയാൻ പറ്റും പുറത്തൊരു ഷോപ്പിൽ വിൽക്കുന്ന സാധനം നല്ലതാണോ ചീത്തയാണോ, മോഡൽ നല്ലതാണോ എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. വാറണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്തിട്ടും കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഷോയ്ക്ക് വെക്കാനായിരിക്കണം. ഉപയോഗിക്കാനാണെങ്കിൽ വാറണ്ടി വേണം. ഓക്കെ.